ആണുങ്ങൾ ഉപയോഗിക്കുന്ന സാധനമൊന്നുമല്ല മദ്യം. വേറെ രാജ്യങ്ങളിലെല്ലാം നിങ്ങൾ പോയാൽ മതി, എല്ലാവരും ഉപയോഗിക്കും. അവരെല്ലാവരും നിയന്ത്രിതമായിട്ട് ഉപയോഗിക്കുന്നത് അങ്ങനെയാണ്, വീട്ടിൽ ഉപയോഗിക്കുന്നതുകൊണ്ടാണ്. ഞാനും ഒരു വീട്ടിലിരിക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ കഴിക്കുന്ന കണ്ട അപ്പം പറയും നീ ആവശ്യത്തിൽ കൂടുതൽ കഴിക്കുന്നു എന്ന് പറയും. അങ്ങനെയാണ് നിയന്ത്രണം പഠിക്കുന്നത്. അതിന് പകരം നിരോധിച്ച സാധനം ആളുകൾ രഹസ്യമായിട്ട് ഉപയോഗിക്കുമ്പം യാതൊരു നിയന്ത്രണവും ഇല്ലാത്ത ഒരു ലോകം രൂപപ്പെടും. ഈ രൂപപ്പെടുമെന്ന് അറിഞ്ഞിട്ടാണ് ഞാൻ അന്ന് എഴുതുകയും പറയുകയും ചെയ്തിട്ട്. ഞാൻ 2005 വരെ പൊതുപ്രവർത്തനം ചെയ്തിട്ടുണ്ട് ആളാണ്. ആ സമയം മുഴുവൻ ഞാനിത് പറയുകയും എഴുതുകയും ചെയ്തിട്ടുണ്ട്. എല്ലാ ഗവൺമെൻറ്റിനും പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കും ഇവർക്കാർക്കും അറിഞ്ഞുകൂടാത്ത കാര്യമൊന്നുമല്ല ഞാൻ ഈ പറയുന്നത്. അത് ഈ മദ്യം വയ്ക്കുന്നവരും ഈ സിഗരറ്റ് വയ്ക്കുന്നവരും ഇത് അങ്ങനെ തന്നെ പോകട്ടെ എന്ന് തീരുമാനിക്കും. കാരണം അവരുടെ സാധനം വിൽക്കും. സാർ, ഇതിന് മറ്റൊരു വശവും കൂടിയല്ലേ? കാരണം ഇപ്പോൾ സർക്കാർ ഇത് ലീഗലൈസ് ചെയ്യുകയാണെങ്കിൽ അതൊരു പൊളിറ്റിക്കൽ സൂയിസൈഡ് കൂടിയല്ലേ? കാരണം അത് വേറെ വിഷയമാണ്. നിങ്ങൾ ഇവിടുത്തെ ഗവൺമെന്റിനെ രക്ഷിക്കുന്നതിന് വേണ്ടി പറയുന്ന ന്യായം എന്നുള്ളതല്ലാതെ നിങ്ങൾ ഇന്ത്യയിലെ ഞാൻ സംശയത്തിന്റെ കാര്യം ഞാൻ ചോദിക്കുന്നത് 1950 കോൺസ്റ്റിറ്റ്യൂഷൻ ഡിക്ലെയർ ചെയ്യാൻ എങ്ങനെ പറ്റും? ആര് പൗരനാകാനുള്ള അറിവ് കൊടുത്തിട്ടാണ് നിങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷൻ ഡിക്ലെയർ ചെയ്തത്? പറ. ജാതി മതം അനുസരിച്ച് വോട്ട് കൊടുക്കുന്ന ജനങ്ങളല്ലേ എപ്പോഴും ഉള്ളത്? എവിടെയാണ് വിദ്യാഭ്യാസം കൊടുത്തിട്ടുള്ളത്? കോൺസ്റ്റിറ്റ്യൂഷൻ വായിച്ചിട്ടുള്ള ഒരു ക്ലാസ് റൂമുണ്ടോ? ഒരു സ്കൂളുണ്ടോ?